കുഞ്ഞുമായിട്ട് കളിക്കുന്നതിനിടയ്ക്ക് എങ്ങനെയാണ് നമുക്ക് സ്പീച്ച് സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റുക, എങ്ങനെ അതുവഴി കുഞ്ഞിന്റെ സംസാരം ഭാഷാ വളർച്ച മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞിന് ഇഷ്ടമുള്ള കളിയിലോട്ട് നമ്മൾ അവരുടെ കൂടെ കൂടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓരോ റൂൾസ് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം, ഇവിടെ ഇരിക്ക്, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നുള്ള ആ ഒരു നമ്മള് അവരെ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള കളികൾ ഒഴിവാക്കിയിട്ട് കുഞ്ഞ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവര് പറയുന്ന റൂൾസ് പ്രകാരം നമ്മൾ അവരോടൊപ്പം കളിക്കാനായിട്ട് കൂടണം. ആ കളിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് പ്രിറ്റൻ പ്ലേകള്, അതുപോലെ ഇന്ററാക്റ്റീവ് ഗെയിംസ്, ആക്ഷൻ സോങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുഞ്ഞ് പറയുന്ന വാക്കിനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം കളിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞ് ഒറ്റ വാക്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ അതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്ത് കൂടുതൽ മീനിങ് ഒക്കെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് അവരുടെ വൊക്കാബുലറി, അതുപോലെ അവരുടെ മീൻ ലെങ്ത്, അവരുടെ സംസാരത്തിന്റെ ആ ഒരു സെന്റൻസിന്റെ ലെങ്ത് കൂട്ടിയെടുക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുഞ്ഞ് കളിക്കാനായിട്ട് കാർ കാർ എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ അവിടെ ഒറ്റ വാക്കിൽ കാർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. ആ കുഞ്ഞിന്റെ കയ്യിൽ ചുവന്ന കാറാണ്, നമുക്ക് കാർ ഓടിച്ച് കളിക്കാം, ഈ രീതിക്കാണ്. അപ്പൊ നമ്മൾ ആ ഒറ്റ വാക്ക് പറഞ്ഞതിന് നമ്മളൊരു 3-4 വാക്കുകൾ ചേർത്തിട്ട് സെന്റൻസ് ആക്കി എടുത്തു. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഓരോ വാക്കുകളും കുഞ്ഞ് പറയുന്നതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു 3 to 4 വേർഡ് ലെവലിലോട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു തവണ പറഞ്ഞതുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയണം. പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് പറയൂ, പറഞ്ഞേ എന്നുള്ള അങ്ങനെയല്ല നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് റെസ്പോൺസ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്, അത് വെച്ചിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് കുഞ്ഞിനോട് ഇത് പറഞ്ഞേ, ഇത് പറ എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ കൊണ്ട് ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയിക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് പല കോണ്ടസ്റ്റിൽ അല്ലെങ്കിൽ പല മീനിങ് ഫുൾ ആയിട്ട് എങ്ങനെ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം ആ രീതിക്ക് ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ച് കുഞ്ഞിനെ റിപ്പീറ്റ് ചെയ്ത് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് ചെയ്യണം. അതല്ലെങ്കിൽ കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കമന്ററി പോലെ പറയണം. ഇതെല്ലാം അവർക്ക് കിട്ടുന്ന സ്പീച്ച് സ്റ്റിമുലേഷൻ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ കുഞ്ഞുമായിട്ട് കളിക്കുമ്പോൾ സ്പീച്ച് സ്റ്റിമുലേഷൻ കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കുഞ്ഞിന്റെ ഭാഷാ സംസാര വളർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ള അമ്മമാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.